നമ്മൾ പോണത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ തന്നെ ഒരു വാച്ച് ടവർ കാണാനാണ്. ഒരുപാട് നാളത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ, കാടിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന്. ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ഇത് ഫോറസ്റ്റിൽ അകത്ത് കയറാൻ പറ്റും എന്നും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൂടുതൽ വന്നത്. ഈ കാണുന്നത് ഈ അണ്ണാനും കുരങ്ങനൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു തരം പാലമാണ്. ഇന്ന് നമ്മുടെ കൂടെ വന്നേക്കുന്ന ഗൈഡ് കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അത് 12 വർഷത്തെ എക്സ്പീരിയൻസ് അതിൽ കൂടുതലുണ്ട്. അവരിവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇത് ഈ കാണിച്ചു തരുന്നത് ഒരുതരം വണ്ടാണ്. ഈ മഴ സമയത്ത് മാത്രമേ അത് പുറത്തോട്ട് വരത്തുള്ളൂ. അതുവരെ അത് മണ്ണിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു തരം ജീവിയാണ്. വെൽവെറ്റ് പോലെ ഇരിക്കും അതിൻ്റെ പുറം കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ കാണിച്ചു തരുന്നത് കള്ളിമുള്ളിച്ചെടിയാണ്. ഇതെന്തിനാ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നക്ഷത്രാമയുണ്ട്. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ഇത്. ഇതിലൊരു തരം കായുണ്ട്, അത് നമുക്ക് കഴിക്കാനും പറ്റും. ഡ്രാഗൺ ഫ്രൂട്ട് പോലെ ഇരിക്കും. ഇത് ജസ്റ്റ് നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി മാത്രം പോവുകയാണ്. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് അവർ ടിക്കറ്റ് ചാർജ് എടുക്കുന്നത്. പിന്നെ കൂടെ വരുന്ന ഗൈഡിന് 50 രൂപ, അങ്ങനെ 150 രൂപ. എത്ര പേരുണ്ടെങ്കിലും 50 രൂപ മാത്രമേ ഗൈഡിന് ഇത് ആവുന്നുള്ളൂ. ഒരുപാട് നാളായി ഈ വാച്ച് ടവർ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ച് കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. പക്ഷേ നമ്മളെന്ന് പോയി ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞപ്പോൾ കയറി. കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതേ അവിടുത്തെ വിഷ്വൽ നോക്ക്, ഇവിടുത്തെ കാട് മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വീട് വെച്ചായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്നേനെ, ആഹാരം കിട്ടിയാൽ മതി. എന്ത് ഭംഗി നോക്ക്. ഇതേ ആ ഭാഗത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് അനിമൽസിനെ കണ്ടായിരുന്നു. അതെ ഇതാണ് അത്, ആ വീഡിയോ. ഒരുപാട് ഹനുമാൻ കുരങ്ങും, അത് എപ്പോഴും ഇങ്ങനത്തെ ഇലയും പച്ച ഇലയൊക്കെ വാരി എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതേ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഈ മാനുകളും കാണും. എപ്പോഴും ഒരു ഭയങ്കര അലർട്ടായിരിക്കും ഈ മാനുകൾ. എപ്പോഴാണ് അവർക്ക് അപകടം വരുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഒരുപാട് പുലികളും കടുവയൊക്കെ ഉണ്ട്. കടുവയൊക്കെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ കാട്ട് പട്ടികളും കുറേ ഉണ്ട്. അവർക്കൊന്നും അത്ര പേടിയില്ല, ഇത്ര അടുത്ത് കാണാൻ. എന്ത് ഭംഗി നോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.